ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഉപ്പ് ചേർക്കാത്ത ഏതെങ്കിലും ഒരു വിഭവത്തെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് ചിന്തിക്കാനാകില്ല. നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണക്രമത്തിൽ പ്രധാന ഘടകമാണ് ഉപ്പ്. വിഭവങ്ങളുടെ സ്വാദ് കൂടുന്നതോടൊപ്പം നമ്മുടെ ആരോഗ്യ കാര്യത്തിലും ഉപ്പ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ എത്രത്തോളം ഉപ്പ് ഭക്ഷണത്തിൽ ചേർക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഉപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ഞരമ്പുകളുടെ കൃത്യമായ പ്രവർത്തനത്തിനും പേശികളുടെ സങ്കോചത്തിനുമെല്ലാം ആവശ്യമായ ഘടകമാണ് ഉപ്പ്. എന്നാൽ അമിതമായ അളവിലുള്ള ഉപ്പിന്റെ ഉപയോഗം രക്തസമ്മർദ്ദം കൂട്ടുകയും ഹൃദയരോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. അതിനാൽ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്ന ഉപ്പിന്റെ അളവ് വളരെയധികം കൃത്യമായിരിക്കണം. ഉപ്പ് കൂടുതലായാൽ ഫ്ലൂയിഡിന്റെ അളവ് കൂടുകയും അതുവഴി രക്തസമ്മർദ്ദം കൂടുകയും ചെയ്യും. ഇത് നമ്മുടെ ഹൃദയത്തിലും രക്തധമനികളിലും സമ്മർദ്ദം ചെലുത്തുകയും അതുവഴി ഹൃദയാഘാതം, മസ്തിഷ്കാഘാതം, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ മറ്റസുഖങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നുണ്ട്. രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഒപ്പം മന്ദതയും അലസതയും അനുഭവപ്പെടുകയും കൂടാതെ പേശി പിരിമുറുക്കം, തുടർന്ന് അപസ്മാരം, ബോധം നഷ്ടപ്പെടൽ, കോമ, മരണം എന്നിവ സംഭവിക്കാനും അമിതമായി സോഡിയം കഴിക്കുന്നതിലൂടെ വൃക്കരോഗം, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മെ നയിക്കുകയും ചെയ്യും. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും പക്ഷാഘാതത്തിനും ഇടയാക്കുന്നുണ്ട്. രക്തത്തിൽ സോഡിയം കൂടുതലായാൽ അത് രക്തപ്രവാഹത്തിലേക്ക് കൂടുതൽ വെള്ളം വലിച്ചെടുക്കും. അതോടൊപ്പം രക്തത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് അത് ശരീരത്തിനു ചുറ്റും പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വരും. കാലക്രമേണ ഇത് രക്തക്കുഴലുകളുടെ ഭിത്തികളെ വലിച്ചു നീട്ടുകയും കേടുപാടുകൾക്ക് കൂടുതൽ സാധ്യതയുള്ളതാക്കുകയും ചെയ്യുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളിൽ ശിലാഫലകം അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് മറ്റു പ്രശ്നങ്ങൾക്കൊപ്പം സ്ട്രോക്ക്, ഹൃദ്രോഗം എന്നിവയിലേക്കുള്ള വലിയ അപകട സാധ്യതകളിലേക്കും നമ്മെ നയിക്കുന്നു. അതിനാൽ ദിവസം എത്ര അളവിലാണ് നാം ഉപ്പ് കഴിക്കുന്നത് എന്ന് ഉറപ്പായും ചിന്തിച്ചു നോക്കണം. ഉപ്പിന്റെ ഉപയോഗ കാര്യത്തിൽ മിതത്വം നമ്മൾ പാലിക്കണം. ഇതിനായി നമ്മൾ പാക്കറ്റുകളിൽ വരുന്ന സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതെ സ്വന്തമായി പാകം ചെയ്തതോ വീട്ടിൽ തയ്യാറാക്കുന്നതോ ആയ ഫ്രഷ് ആയിട്ടുള്ള ആഹാരം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭക്ഷണത്തിലെ ഉപ്പിനെ കുറിച്ച് ശരിയായ ധാരണ ലഭിക്കൂ. മാർക്കറ്റിൽ പോയി വാങ്ങുന്ന സാധനങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് മാത്രം തേടിപ്പോകാതെ പാക്കറ്റിന് പുറത്തെ ലേബലും കൂടി വായിച്ചു നോക്കേണ്ടത് വളരെ പ്രധാനമാണ്. സോഡിയം ക്ലോറൈഡ്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ബെൻസോവേറ്റ് മുതലായ സംഗതികൾ പാക്കേജ് ഭക്ഷണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. സോഡിയം കുറഞ്ഞതോ സോഡിയം മുക്തമായതോ ആയ സാധനങ്ങളാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് ഗുണം ചെയ്യുക. ഉപ്പ് കുറയ്ക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഭക്ഷണത്തിന്റെ സ്വാദിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. വെളുത്തുള്ളി, നാരങ്ങാനീര്, ഇഞ്ചി, ഫ്രഷ് ആയിട്ടുള്ള ഔഷധ സസ്യങ്ങൾ എന്നിവ ചേർക്കുന്നത് ഭക്ഷണത്തിന് കൂടുതൽ ഫ്ലേവർ നൽകുകയും ഒരു പരിധിവരെ ഉപ്പിന്റെ കുറവിനെ എടുത്തു കാട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതനുസരിച്ച് എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് വളരെയധികം ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക.